പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പാടെ ഇടപെട്ട് പറഞ്ഞു 2 മാസത്തിനുള്ളിൽ എനിക്ക് ഇതിൽ വഴിയാക്കി തരാം. ഇതിപ്പോ 2 മാസം കഴിഞ്ഞു 3 മാസം കഴിഞ്ഞു എനിക്ക് വഴിയില്ല. എടുത്തു കൊടുത്തേക്കാണ് ചാടി നടക്കാൻ. മൂപ്പരുടെ ഒരു ഔദാര്യത്തിന്റെ മുകളിൽ ഞാൻ അങ്ങനെ ആ മതില് ചാടി കിടന്നിട്ട് അത് പോന്നാർന്ന്. ഇനി എനിക്ക് മതില് ചാടാൻ വയ്യ. വേഗമുള്ള കാര്യം പറ സത്യേട്ടാ. ഇത് പുറമ്പോക്ക് ഭൂമി. ഇത് പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമി വയ്യടക്കി കെട്ടിയാണ് ഇയാള്. അതെ അതെ അതൊക്കെ എന്റെ വാപ്പ പറഞ്ഞത് എനിക്കറിയാം. എന്റെ വാപ്പയ്ക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കോഴിക്കോട് വന്ന് താമസിക്കാൻ കാലത്ത് ശരിക്കും എനിക്ക് കഥ കേൾക്കണോ? ഇവരപ്പോ ഈ സത്യന്റെ അവരൊക്കെ ആ കുടുംബങ്ങള് അവരുടെ ആ പുരയിടങ്ങൾക്കൊക്കെ ഉള്ള വഴി എന്ന് പറഞ്ഞ ഏതാച്ചന്റെ എനിക്കറിയോ? ആ കനാലില്ലേ നമ്മുടെ ചെറിയൊരു കനാല് നിങ്ങളും കൂടി കേൾക്കണം. ആ പാലത്തിന്റെ മുകളിൽ കൂടെ ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മരം വെട്ടിയിട്ട് അത് തെങ്ങിന്റെ തടി വെട്ടിട്ടെടുത്ത് അതിൽ കൂടെ ആൾക്കാർ നടന്നാൽ എന്റെ അച്ഛനൊക്കെ ആദ്യം തന്നെയാണ് പശുവിനെ കൊണ്ടുവരിക. പഴയ കാലത്ത് ഇവിടെ വന്നിട്ട് കഞ്ഞിട വെള്ളം പശുവിനുള്ള കഞ്ഞിട വെള്ളം മൂപ്പർക്കുള്ള കഞ്ഞിട വെള്ളം ഒക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോവുക. അല്ല ഞാൻ പറയാണ് അന്നത്തെ കാലം ഇന്നത്തെ കാലം കൂട്ടി പോയിക്കരുത് പറയാ. അപ്പൊ അന്നിപ്പോ ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആര് വേണേലും പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചാണ്. ഇപ്പൊ ഒരു ആവശ്യം വന്ന് ഞാൻ മതിൽ കെട്ടി. അപ്പൊ നിങ്ങൾ ആ ശരിക്കുള്ള വഴി അതിനുള്ള വഴി അതല്ലേ തെളിച്ചു കൊടുക്കണ്ടായി. അല്ല അതുകൊണ്ട് നടക്കില്ല. ആ കൽകിന്റെ അടുത്തൊരു ക്ഷേത്രം ഇല്ലേ, അതിന്റെ മുമ്പിൽ കൂടെ ശ്മശാനത്തിലേക്ക് ബോഡി കൊണ്ടുപോകുന്നും പറഞ്ഞ് ദേവസ്വം ബോർഡ് തടഞ്ഞിട്ടേക്കല്ലേ. അപ്പൊ അതേനെ ബോഡി കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഇപ്പൊ എന്റെ ബോഡി കൂടെയാണ് വരെ നടക്കുന്നത്. കോയ മെമ്പറെ അല്ല വാർഡ് മെമ്പറെ, ഞങ്ങൾ പറയണത് സത്യസന്ധമായ കാര്യമാണ്. ഈ കോയക്കാടെ ഭൂമിയൊന്നും ഞങ്ങൾ ചോദിക്കണില്ല. പുറമ്പോക്ക് ഭൂമി കൂടി ഞങ്ങൾക്ക് നടക്കാനുള്ള അവകാശം വേണം. മെമ്പറിന് അറിയാമോ ഈ പുഴ വന്ന് നിന്നേച്ചത് ഈ പുളിമരത്തിന്റെ അടുത്തായിരുന്നു. അതിന്റെ തീരം വന്ന് നിന്നേച്ചത് ഇയാള് കല്ലും ചെളിയൊക്കെ അടിച്ചടിച്ചടിച്ച് അവിടത്തോളം നികത്തിയെടുത്ത് രേഖാമൂലം ഇപ്പൊ ഇത് പുറമ്പോക്കാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യണതിന് ഇപ്പൊ പുഴയിലാണ് സത്യത്തിൽ. നമ്മൾ വേണേ നോക്ക് ഈ രേഖ നോക്കുവാ. മെമ്പർ വന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ പറയണ സ്ഥലം. ഇത് കണ്ട ഇത് ഈ ഭൂമിയുടെ സ്കെച്ചാണ്. എല്ലാവരുടെയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് റീസർവേ ഓഫീസിൽ നിന്ന് തന്നിട്ടുള്ള സ്കെച്ചാണ്. ഇത് സത്യേട്ടന്റെ സ്ഥലം. ഇത് മൊയ്തൂക്ക താമസിക്കുന്ന സ്ഥലം. ഇത് എന്റെ സ്ഥലം. എന്റെ തൊട്ട് മുമ്പിലാണ് ഈ പോങ്ങന്റെ സ്ഥലം. നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നം പെരന്ന് തീർക്കുക. ഇതൊരു വൈ പ്രശ്നം ഇവര് ഫ്രണ്ട് വശം എടുത്തിട്ട് കെട്ടി അടച്ചിട്ടും ബാക്കിലാണ് ഞങ്ങളുടെ സ്ഥലം എന്നാണ് പറയണത്. സാരമില്ല, ഞങ്ങൾ ഈ സൈഡിൽ കൂടി നടന്ന് ഇവിടത്തോളം വന്നിട്ട് ഇപ്പൊ നിലവിൽ വഴിയുണ്ട്. ഈ 8 ലിൻസ് കണ്ട ഇത് ഇയാൾ ഇവിടെ കെട്ടി അടച്ചിട്ട് ഇതിലെ ഞങ്ങളോട് നടക്കരുത് എന്നാ പറയുന്നത്. ഇത് മുഴുവൻ പുഴ പുറമ്പോക്ക് സ്ഥലമുണ്ട്. മെമ്പറെ ഇത് ഇവന്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് കാക്കറ പൂക്കറ പടവും പഠിച്ചിട്ട് റീസർവേ ആണ്. നീ വിവരക്കേട് പറയാൻ എന്റെ മന്മത. റീസർവേ ഓഫീസിൽ നിന്ന് കോപ്പി എടുത്താണ് മേഡം. അത് ഒറിജിനൽ തന്നെ കുട്ടിയെ അതേമാതിരത്തെ ഒരു ഒറിജിനൽ ഉണ്ട്. ഇതിപ്പോ ഏത് വർഷത്തെ ലൈവ് നടക്കണം.